സംഭവം ആ റേഡിയേറ്ററിൻ്റെ കപ്പ് ഓപ്പൺ ആയിട്ട് ആർക്കും വേണ്ടാതെ ഉപേക്ഷിച്ച നിലയിലായിട്ടുള്ളത്. ഏതാ വണ്ടി? സുസുക്കിൻ്റെ വണ്ടിയാണ്, ജിമിനിയാണ്. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലിവിയിലാണുള്ളത്. ലിവിയിലുള്ള നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടെ മറക്കല്ലേ. കുന്ന് കയറാൻ പോണ മക്കളെ, കുന്ന് കയറാൻ പോണേ. എത്ര ഓടിച്ചാലും മതി വരാത്തൊരു സാധനമുണ്ട്. സംഭവം വേറൊന്നുമല്ല, നമ്മളിതിൻ്റെ അടുത്ത സർവീസിനായിട്ട് പോകട്ടോ. ഏകദേശം പെട്ടെന്ന് ഇപ്പോൾ 2 ദിവസം മുമ്പാണ് നമ്മൾ ഓയിൽ മാറ്റിയത്. ഇതിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ സനയ്യക്ക് പോവാണ്. സനയ്യക്ക് പോകാനുള്ളൊരു എളുപ്പവഴിയാണ് കേട്ടോ. അതിങ്ങനെ റോഡ് തിരക്കും കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് കൂടിയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പെടുന്ന കുറച്ച് ഓഫ് റോഡൊക്കെ എടുത്ത് അങ്ങനെ അങ്ങോട്ട് പോകട്ടോ. ഓ, എത്ര റബ്ബയാ പോയത്. ചെറിയ ചെക്കന്മാർ വരെ പരണ്ണ വിടലാട്ടോ വിട്ടുന്നത്. ഇവിടെ ചെറിയ മക്കൾ ഭയങ്കര സ്പീഡിൽ പോക്ക്. പക്ഷെ എല്ലാവരും നല്ല പ്രോപ്പറായിട്ട് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. മുമ്പ് കാലങ്ങളിലൊക്കെ ലിവിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വണ്ടി ഓടിച്ചതെന്ന്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് 2-3 വർഷങ്ങളായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഹെൽമെറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ വണ്ടി നേരെ പൊക്കിയിട്ട് കൊണ്ടുപോകും. പിന്നെ 7 ദിവസമൊക്കെ വണ്ടി പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അതിന് ശേഷമൊക്കെ പിന്നെ എന്തെങ്കിലും തീരുമാനമാണെങ്കിലേ വണ്ടി വിട്ടു തരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള റൈഡിങ് ഗിയേഴ്സ് കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട് ഓടിക്കാൻ അതിനൊരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ധരിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ അനുവദിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ്, ബാക്കിൽ ആളെ വെച്ചിട്ട് പോകാനായിട്ട് പാടില്ല എന്നുണ്ട് കേട്ടോ. പക്ഷേ ഉള്ളിലിങ്ങനെ ഇവിടെ ഇങ്ങനെ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ റോട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ ഈ വണ്ടീൻ്റെ മുകളിൽ ഇങ്ങനെ 2 ആളൊക്കെ വെച്ചിട്ട് പോകാൻ പാടില്ല എന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നാട്ടില്ല നല്ലൊരു വ്യൂ ആണ്. അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ആ ലാസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീട് എൻ്റെ ബോസിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് കേട്ടോ. അതൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീടാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ വീടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ലൊരു വീട് തന്നെ, മുകൾക്കൊക്കെ ഉള്ള അടിപൊളിയൊരു വീട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ട്. അതിന് ഫുള്ള് ഗ്ലാസ്സിലാണ് ആ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ മരുഭൂമിയിലാണ് ആ വീടുള്ളത്. എന്തായാലും ഭയങ്കര ഒരു രസമായിട്ടുള്ളൊരു സംഭവമാണത്. കാണാൻ തന്നെ ഭയങ്കര രസമാട്ടോ ആ വീട്. നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇവിടെ സൈഡാക്കി ഇട്ടാൽ കേട്ടോ. നല്ല രീതിയിൽ ചൂട് കാലുമൊക്കെ അടിച്ചിട്ട്, ഞാനാണ് ട്രാക്ക് പാൻറ്റാണ് ഇട്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ചൂടുണ്ട്. ഇതിന് ജീൻസോ കാര്യങ്ങളൊക്കെ ഇടണം. അത്രയും ചൂടാണ് അടിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതായിരുന്നു. ഇത് ഏകദേശം നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. ഈ റോഡ് കണ്ടോ, ഫുള്ള് ബീച്ചിൻ്റേതായിട്ടുള്ള, അതായത് രാത്രി കാലങ്ങളിലൊക്കെ ഇതിൽ കൂടെ സഞ്ചരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഇല്ല കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. 2 സൈഡിലും മണലാരങ്ങളല്ലാതെ വേറൊന്നും കാണാനില്ല കേട്ടോ. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ പിന്നെ തോട്ടങ്ങൾ, ഉസ്ബയാണ് കേട്ടോ കാണുന്നത്. ഈ കാണുന്ന റൗണ്ട് അബൌട്ടിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നേരെ തൽമറാബാണ്. അതായത് വണ്ടികൾ റേസ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ സെറ്റപ്പാണ്. ഓരോ വണ്ടികൾക്കൊക്കെ വെറൈറ്റി ഇഞ്ചനൊക്കെ കയറ്റിയിട്ട്, ഭയങ്കര പവർഫുൾ ഇഞ്ചനൊക്കെ കയറ്റിയിട്ട് കുന്നിൻ്റെ മുകൾക്ക് ഓടിച്ചു പോകുന്ന മത്സരങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാട്ടോ. ഒരുപാട് ഭയങ്കര രസമാണ് കാണാനായിട്ടും. ഒരുപാട് ആളുകൾ ഖത്തർ, കുവൈത്ത്, സൗദി എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും ഉണ്ട്. നമുക്ക് ഈ റൂട്ടിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് മറ്റുള്ള GCCന്ന് വന്ന വാഹനങ്ങൾ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും അടുത്തൊരു റൗണ്ട് അബൌട്ടിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്ത് തിരിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് സനയ്യ. ഇവിടെ ആകെ കിട്ടുന്നത് ഈ ഒരു വർക്ക്ഷോപ്പ് തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ റേറ്റ് അവിടെ ഉണ്ട് കേട്ടോ. എന്ത് സാധനത്തിനാണ്, എന്ത് സ്പെയർ വാങ്ങുകയാണെങ്കിലും, ടയർ ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ. ഇപ്പോൾ അവർ സീസൺ ടൈമാണ്. ഇപ്പോഴൊക്കെ അവർക്ക് കിട്ടുന്നതേ ഉള്ളൂ കേട്ടോ കാര്യമായിട്ട്. അങ്ങനെ ചെങ്കാള് നമ്മളെ വണ്ടിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഓയിൽ പിന്നെ ഫിൽറ്റർ മാറ്റിയിട്ടില്ല. ഇനി അടുത്ത സർവീസിലാണ് ഫിൽറ്റർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓയിൽ കാര്യങ്ങൾ, എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് നമ്മളവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ആ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നത് ഉസ്ബയാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് എടുക്കാം.
വരി വരി വരിയായി മക്കളെ ഒട്ടകങ്ങളാണ് ഈ കിടക്കുന്നത് കേട്ടോ. എന്തോ പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഉറപ്പേ. സംഭവം ആ റേഡിയേറ്ററിൻ്റെ കപ്പ് ഓപ്പൺ ആയിട്ട് മരണ ചൂടട്ടോ. നിങ്ങളൊക്കെ മറ്റേത് ചിറ്റിയതാണ് ചൂടുകൊണ്ട്. അതിൻ്റെ അവിടുന്ന് റേഡിയേറ്ററിൻ്റെ വെള്ളം ചെറിയ രീതിയിൽ പുതിയ ആ കപ്പ് ഓപ്പൺ ആയതായിരുന്നു. ഇപ്പോൾ ടൈറ്റ് ഇതാക്കിയിട്ട് അമർത്തി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ സ്വീപ്പുകൾ. ആ റേഡിയേറ്ററിൻ്റെ വെള്ളം ലീക്കായിട്ട് ഇതിമലൊക്കെ മണ്ണ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി ഒരു വിജനമായ സ്ഥലം കേട്ടോ. അവിടെ ഒന്നൊരു മനുഷ്യൻ്റെ ഒരു കാലി റോഡാണ്. അതാ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിവിടെ സൈഡാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് വിടട്ടോ. അയ്യോ എൻ്റെ മോനെ. നമ്മളവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ കണ്ടാട്ടത് ലാൻഡ് റോവർ ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. പഴയ വണ്ടി കേട്ടോ, ഒരുപാട് ബൈക്കുണ്ടെന്നുണ്ട്. പക്ഷെ ഇതൊരു സംഭവം നല്ല രസമായി. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടിട്ട് ലാൻഡ് റോവറിൻ്റെ പിക്കപ്പ് വണ്ടിയാണെന്ന് തോന്നുന്നു. കറക്റ്റ് ഇതിനെപ്പറ്റി അറിയില്ല. എന്തായാലും ടയറൊക്കെ പോയിട്ടുണ്ട്. അടിപൊളിയല്ലേ, നല്ല നൈസായിട്ട് സംഭവം. ഒരു ഡിസ്പ്ലേ മാതിരി വെച്ച് കിട്ടും. വർക്കിങ് ചിലപ്പോൾ ഇഞ്ചിനൊക്കെ ഉണ്ടല്ലോ, എഞ്ചിനൊക്കെ ഉണ്ട്. നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു മുതലിനെ കിട്ടിയാലേ റീസ്റ്റോർ ചെയ്തിട്ട് മൊഞ്ചനാക്കി എടുക്കായിരുന്നു. എൻ്റെ മോനെ ആർക്കും വേണ്ടാതെ ഉപേക്ഷിച്ച നിലയിലായിട്ടുള്ളത്. ഇവിടെ നമുക്ക് അങ്ങനെ പല കാണാത്ത കാഴ്ചകളും കാണാട്ടോ, പലതോ പഴയകാല സംഭവങ്ങളൊക്കെ. എന്തായാലും നമുക്ക് നേരെ ഇവിടുന്ന് വിടാം. സംഭവം വെറൈറ്റി ആയില്ലേ. അതേപോലെ ഈ വണ്ടി ഉണ്ട് നിങ്ങൾ, ഇത് ശരിക്കും ഏതാ വണ്ടി? പഴയകാല വണ്ടികളൊക്കെ അതൊക്കെ മോഡിഫൈ ചെയ്തിട്ട് വേറെ ലെവലാക്കിയിട്ടുണ്ട്. സുസുക്കിൻ്റെ വണ്ടിയുണ്ട്, ജിമിനിയാണ്. ജിമിനി ചെയ്ത് വണ്ടിയില്ലേ. മണൽ കണ്ടിട്ട് അതിൽ കാറ്റായിട്ടൊരു പോർത്തിയാണ്. വേറെ എന്ത് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരട്ടാ. ഇതിൻ്റെ മേലക്കൊന്ന് കയറി വെക്കാം. എൻ്റെ മോനെ അങ്ങോട്ട് ഓടില്ല, കൊണ്ട് പോയി ചാടിയത് പതികളെ പഠിച്ചവരെ കാത്തോടി. നമുക്കിവിടെ തിരിച്ചിട്ട് നേരെ നേരത്തേക്ക് ഇറങ്ങാം കേട്ടോ.
ഇന്നത്തെ മൂട്ടിൽ കഴിഞ്ഞിട്ടാ. അപ്പോൾ പുതിയൊരു വീട്ടിൽ വരുന്നവർക്കും ബൈ ബൈ.